ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി ഒരു ചീരത്തോരനാണ്. നമ്മുടെ ചായ മാൻസ, നമ്മുടെ കപ്പയിലയോട് സാമ്യമുള്ള ഇവയ്ക്ക് കപ്പച്ചീര എന്ന് പറയാറുണ്ട്. പിന്നെ മെക്സിക്കൻ ചീര, ഷുഗർ ചീര, അങ്ങനെ പല പേരുകളിൽ ഇവ അറിയപ്പെടും. ഷുഗർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുമെന്നാണ് ഇത് പറയപ്പെടുന്നത്. ഈ കാണുന്നതാണ് ചായ മാൻസ. ഇതിൻ്റെ കിളിർന്ന ഇലയാണ് തോരൻ വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ആദ്യമൊക്കെ ഈ മൂത്ത ഇലയാണ് ഞാൻ പറിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വീട്ടിൽ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് കിളിർന്ന ഇലയാണ് തോരൻ ഉപയോഗിക്കുന്നതെന്ന്. ഇതിൻ്റെ ഒരു കമ്പ് മുറിച്ച് വെച്ചാൽ മതി, പെട്ടെന്ന് കിളിർക്കും. അങ്ങനെ തോരന് വേണ്ടി ഈ ചീരയിലെല്ലാം പറിച്ചു. ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഇലയുടെ കൂടെയുള്ള തണ്ട് ഉപയോഗിക്കില്ല, ഇല മാത്രമേ ഉപയോഗിക്കൂ. ഇതിൻ്റെ തണ്ടെല്ലാം നമുക്ക് കളഞ്ഞെടുക്കാം. ഈ ചീരയ്ക്കൊരു കട്ടുണ്ട്, അത് കളയാൻ നല്ല ചൂട് വെള്ളത്തിൽ 5 മിനിറ്റ് ഈ ഇല ഇട്ടതിന് ശേഷം നല്ലതുപോലെ പിഴിഞ്ഞ കട്ടെല്ലാം കളയണം. കട്ടെല്ലാം കളഞ്ഞതിന് ശേഷം ചീരയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. നമ്മളെല്ലാ തോരനും വെക്കുന്നത് പോലെ തന്നെയാണ് ഇതും വെക്കുന്നത്. നമുക്കിതിലേക്ക് അല്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കടുക് കൂടി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ചെറുതായി അരിഞ്ഞ ഒരു സവാള കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചായ മാൻസ കൂടി ചേർക്കാം. ഈ തോരൻ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മൺചട്ടിയിൽ വേണം ഇത് പ്രിപ്പയർ ചെയ്യാൻ. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ തീയിൽ ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 2 പിടി തേങ്ങ ചേർക്കാം. അതിലേക്ക് 2 വെളുത്തുള്ളിയും എരിവിനാവശ്യമായ പച്ചമുളകും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഈ ചതച്ചെടുത്ത് നമുക്ക് ചീരയിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ചെറുതീയിൽ 7 മിനിറ്റ് വേവിക്കാം. മറ്റ് ചീരകളേക്കാൾ വേവ് ഇതിന് കൂടുതലാണ്. 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്നതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യാം. 5 മിനിറ്റ് തുറന്നു വെച്ചും വേവിക്കാം. ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഈ ചായ മാൻസ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്